കൊണ്ടുപോകില്ല. എന്നാ ഇവരിനെങ്ങോട്ടാ കൊണ്ടുപോകുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നതെന്നല്ല. വെളുപ്പിന് എണീറ്റുള്ള ശീലമുള്ളതുകൊണ്ട് തന്നെ കണ്ണും തുറക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. കുറേ നാൾക്ക് കൂടി 5:15 കണ്ട സന്തോഷത്തിൽ ഞാൻ ഓടിക്കുളിക്കാൻ പോയി. എന്തിനാണല്ലേ, എങ്ങോട്ടാണല്ലേ, ഓണമൊക്കെ ആവാറായില്ലേ. അങ്ങനെ ഓണത്തിന് ഫസ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ഇന്ന് രാവിലെ തന്നെ എണീറ്റ് റെഡിയാവാൻ പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവനോട് ഞാൻ ഇന്നലെ വരണ്ട എന്ന് പറഞ്ഞത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഫ്രൂട്ട്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി അങ്ങനെ ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ റെഡിയായി വീട്ടിലേക്ക് ഇറങ്ങി. നല്ല മഴയുണ്ടായിരുന്നു. അങ്ങോട്ടുള്ള വഴിയായിരുന്നു ഏറ്റവും ടഫ്. അവനാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്, ഉറങ്ങാനും പറ്റണില്ല. ചോദിച്ച് മേടിച്ച് പണി പോലെ. അപ്പോൾ ആകെ പോസ്റ്റായിട്ട് കിട്ടുകയാണ്. അങ്ങനെ ഓടി പഠിച്ച് പാർലറിലേക്ക് ഓടി എത്തി. പിന്നെ ഒട്ടും ടൈമില്ലായിരുന്നു. എല്ലാം ഷടപടേന്നായിരുന്നു. അങ്ങനെ എൻ്റെ ഫൈനൽ ടച്ചപ്പും കൂടെ ചെയ്ത് എൻ്റെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്, സുന്ദരിയായില്ലേ? റെഡിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സാഗരേട്ടൻ കാറായിട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ കാർ പാർലറിലിട്ടിട്ട് ഞങ്ങൾ നേരെ ലൊക്കേഷനിലേക്ക് പോയി. കണ്ടോ ആ മൂക്കിൽ വെക്കുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സാഗരേട്ടൻ പറഞ്ഞു കൊള്ളില്ല. ഒടുക്കത്തെ മഴ സമ്മതിക്കുന്നില്ല. ഹിൽ പാലസ് ആയതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ മനസ്സിലായിരുന്നു. ഓരോ സ്ഥലങ്ങൾ കിട്ടാനായിട്ട് നല്ലോണം പാടുപെട്ടു. പിന്നെ കിട്ടിയ സ്ഥലത്തൊക്കെ കയറി കുറച്ച് ഫോട്ടോയും വീഡിയോ ഷോട്ടൊക്കെ എടുത്ത് വെച്ചു. ആ സ്റ്റെപ്പിൽ തെന്നി വീഡിയോ എന്ന് പേടിച്ച് വരുന്നുണ്ട്. ബിഹൈൻഡ് ഷൂട്ട് എടുക്കാൻ ഏൽപ്പിച്ച ഒരാൾ അവൻ്റെ കാലും പടികളും കുറച്ച് കരിയിൽ മാത്രം എടുത്ത് വെച്ചേക്കുന്നതാണിത്. ആകെ അവനടുത്തതിൽ കറക്റ്റായിട്ടുള്ള ഒരൊറ്റ ഇത് മാത്രമാണ്. അതുകൊണ്ട് ഇതിവിടെ കിടക്കട്ടെ. ഈ കയറി ഇറങ്ങിയ ഷൂട്ടില്ലേ, ഇത് കഴിഞ്ഞിട്ട് ഈ സെയിം ഷൂട്ടൊന്നും റിപ്പീറ്റ് അടിച്ചപ്പോൾ തല മുട്ടിയിട്ടിരിക്കുന്ന ഇരിപ്പാണത്. ഓർണമെൻറ്റ്സ് ഒക്കെ ഓവർ ആയതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയിട്ട് കഴിക്കാൻ പോയായിരുന്നു. സാരി പോലും മാറ്റാണ്ട് മക്ഡൊണാൾഡ്സിൽ കയറാൻ പോകണത്. കയറി ചെന്നപ്പോൾ മുതൽ എല്ലാവരും നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര നാണായിരുന്നു. അവിടെ തന്നെ ഇരിക്കുന്നു. ഫുഡ് മുമ്പ് കഴിഞ്ഞാൽ ചുറ്റുള്ളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാനതൊന്നും കാര്യം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൂർണ്ണത്രേശ് വരെ പോയായിരുന്നു. അവിടെ അമ്പലത്തിൻ്റെ ബാക്കിൽ നിന്ന് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു. കാർത്തികേട്ടൻ വന്നിട്ട് അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കഴിഞ്ഞ് രാത്രി ലേറ്റായി വന്നപ്പോൾ ടയേർഡായിട്ടിരിക്കുന്ന ഇരിപ്പാണിത്. അക്വലൻസ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു വീഡിയോ കണ്ടത്. അക്വലൻസ് ഇട്ട ഊരാൻ പാടാണ്. അത് കണ്ട പാടെ കാണാത്ത പാടെ എന്നെ ഊരി നോക്കണമെന്ന് ഓർത്ത് ഞാൻ അവിടെ തന്നെ വെച്ച് കാണിക്കുന്ന കാട്ടാങ്ങളാണിത്. പക്ഷെ പറഞ്ഞ പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഊരിപ്പോണം. പക്ഷെ നല്ല സുഖം ഉണ്ടായിരുന്നു. ഇതുവരെ വെച്ച ലെൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ. വെക്കാനും ഇടാനും ഒക്കെ സുഖം ഉണ്ടായിരുന്നു. കണ്ടോ എൻ്റെ കണ്ണും. അയ്യോ ഒറിജിനൽ കണ്ണും ഇപ്പുറത്തെ കണ്ണും അല്ല ഫേക്ക് കണ്ണും. താത്താ സാറേട്ടാ ഗ്ലാസ് താത്താവോന്നാണ് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ടയേർഡാണ്. പറ്റുള്ളൂ. ടാറ്റാ ബൈ ബൈ.